നമസ്കാരം. ആർട്ടിക്കിൾ 19ലേക്ക് സ്വാഗതം. ശ്രീ VS സുനിൽകുമാറാണ് ഇന്ന് അതിഥിയായിരുന്നത്. സ്വാഗതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ചൂട് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചൂട് തുടങ്ങിയത് കണ്ണൂരിലും തിരുവനന്തപുരത്തും ആണെങ്കിലും രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് ചൂട് പിടിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ്. എങ്ങനെയുണ്ട്? തൃശ്ശൂര് സത്യത്തില് സാധാരണ കണ്ണൂരും തിരുവനന്തപുരത്തൊക്കെയുള്ള ചൂടിന്റെ എവിടെയുള്ളൂ ശരിക്കും. പിന്നെ ഇവിടുത്തെ ചൂടാണ് കൂടുതൽ ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം. മീഡിയകളിലൊക്കെ തൃശ്ശൂരിൽ ഭയങ്കര ചൂടാണെന്ന് പറയുന്നതാണ്. സത്യത്തിൽ തൃശ്ശൂർ അങ്ങനെ അത്ര വലിയ ചൂടൊന്നുമില്ല. സാധാരണ പോലെയുള്ള ചൂട് മാത്രമേ തൃശ്ശൂര് ഉള്ളൂ. പിന്നെ രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ പ്രത്യേകിച്ച് ചില ഫോക്കസ് ചെയ്യുന്ന രീതികളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മീഡിയകൾ ധാരാളമായിട്ട് ഇവിടെ ഈ തൃശ്ശൂർ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലുള്ള ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നതായിരിക്കും. തൃശ്ശൂര് പ്രത്യേകിച്ച് എന്തോ രാഷ്ട്രീയമായി വ്യത്യാസമുണ്ടെന്നുള്ളത്. കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ഗൗരവം തൃശ്ശൂരത്തെ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നുള്ളത് സത്യം. മറ്റ് 20 മണ്ഡലങ്ങളിലും ഉള്ളതുപോലെ ഒരു കാലാവസ്ഥ മാത്രമേ ഇവിടെയുള്ളൂ. സത്യത്തിൽ അങ്ങനെയാണ്. കാരണം ഈ നമ്മളിപ്പോ തൃശ്ശൂര് വലിയൊരു സംഗതിയാണെന്ന് പറയുന്നതിൽ എന്താണ് എനിക്ക് മനസ്സിലായത്. യഥാർത്ഥത്തില് നമ്മളിപ്പോ ആളുകൾ കേൾക്കുമ്പോൾ എന്താ അങ്ങനെ പറയുന്നത് ചോദിക്കാം. പക്ഷെ യഥാർത്ഥത്തില് ഇപ്പൊ കാസർഗോഡ് മണ്ഡലത്തിലും തിരുവനന്തപുരം മണ്ഡലത്തിലും അല്ലെങ്കിൽ മറ്റേതൊരു മണ്ഡലത്തിലും നടക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയ എവിടെ നടക്കുള്ളൂ, നടക്കാനുള്ള സാധ്യതകളുള്ളൂ. പക്ഷെ തൃശ്ശൂർ എന്തുകൊണ്ടോ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നതിന് ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാകാം. അതല്ലാതെ ഇതിന്റെ റിയാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിന്റെ രാഷ്ട്രീയത്തിൽ അങ്ങനെ എന്തെങ്കിലും അസാധാരണമായ പ്രത്യേകതകൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. തോന്നിയില്ല. ഇപ്പോൾ അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങൾ, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രധാനമന്ത്രി 2 ആഴ്ചക്കിടെ ഒരേ സ്ഥലത്തെത്തുന്ന അപൂർവത അത് തൃശ്ശൂരിനാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ശരിയാണ്. കാരണം 3-ാം തീയതി പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ 16-ാം തീയതി അദ്ദേഹം വീണ്ടും എത്തുന്നു. 2 ആഴ്ച കാലത്തെ ഒരു ഗ്യാപ്പിനിടയിൽ വീണ്ടും പ്രധാനമന്ത്രി എത്തുന്നു. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രത്യേക താല്പര്യമുണ്ട് തൃശ്ശൂരിനോട്. പ്രധാനമന്ത്രിക്ക് എന്തോ ഒരു പ്രത്യേകമായിട്ടുള്ള, അല്ലെങ്കിൽ BJPക്ക് തൃശ്ശൂരിൽ ഒരു പ്രത്യേകമായ താല്പര്യം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി മാത്രമല്ല, പ്രധാനമന്ത്രി വരും മുമ്പ് ഇവിടെ അമിത്ഷാ വന്നിരുന്നു. അമിത്ഷാ അതിനേക്കാൾ മുമ്പ് ഇവിടെ വന്ന് ഒരു വലിയ റാലി നടത്തിയിരുന്നു. അപ്പൊ അമിത്ഷാ വരുന്നു, അതിന് പിറകെ നരേന്ദ്രമോദി കുറച്ചു നാൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്നു. അവരുടെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള നാരീശക്തി സമ്മേളനം ഇവിടെ നടത്തുന്നു. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ ഒരു റോഡ് ഷോ നടത്തുന്നു, പിന്നെ പ്രസംഗം നടത്തുന്നു. ഇത് നടന്നു. അത് തൊട്ടു പിന്നാലെയാണ് ഇപ്പൊ വീണ്ടും ഗുരുവായൂർ വന്നു, ഇവിടെ അമ്പലത്തിൽ പോയി. പിന്നെ അതിന് പുറമെ തൃപ്രയാറിലും ഒരു റോഡ് ഷോ അടക്കം വന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പൊ അവർക്ക് തൃശ്ശൂരിനോട് എന്തോ പ്രത്യേകമായ ഒരു സ്നേഹം, കേന്ദ്രീകരണം BJPയെ സംബന്ധിച്ചിട്ട്. അതുകൊണ്ടാണ് അവരുടെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരടക്കം അവിടെ വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് വീണ്ടും ഏപ്രിൽ മാസത്തിലോ മറ്റോ വീണ്ടും നരേന്ദ്രമോദി വരുന്നതാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത തൃശ്ശൂരിന് ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമം അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവര് ഫോക്കസ് ചെയ്യുന്നു. അതൊരു വസ്തുതയാണ്. അതിന് കാരണം ഈ അവര് BJP അവരുടെ 2024 തെരഞ്ഞെടുപ്പില് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ അവർക്ക് ഉള്ള സീറ്റുകളുടെ എണ്ണം വളരെ അങ്കുലി പരിമിതമായ സീറ്റുകൾ മാത്രമേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അവർക്ക് 2024 അവര് സൗത്ത് ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ കിട്ടണമെന്നാണ് താല്പര്യം. അങ്ങനെ അവർ കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സീറ്റ് കിട്ടാൻ കഴിയും എന്നതിനെ പറ്റി അവർ ആലോചിക്കുന്നുണ്ട്. അതിന് രാഷ്ട്രീയമായിട്ടും അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടും ചില പ്രത്യേകതകൾ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ത്രിപുരയിൽ BJP വിജയിച്ചപ്പോ, ത്രിപുര കൊച്ചു സ്റ്റേറ്റ് ആണ്, പക്ഷെ BJP ആ വിജയത്തെ ഒരു ഐഡിയോളജിക്കൽ വിക്ടറി ആയിട്ടാണ് അവർ കണ്ടത്. മറ്റ് സ്റ്റേറ്റുകളിൽ വ്യത്യസ്തമായിട്ട് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ഐഡിയോളജിക്കൽ വിക്ടറി ആയിട്ട് അവര് നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നു. രണ്ടാമത്തെ തവണ BJP ത്രിപുരയിൽ ജയിച്ചപ്പോ നരേന്ദ്രമോദി അവിടെ പോയി നടത്തിയ പ്രസംഗത്തില് ത്രിപുരയും കേരളവും തമ്മിൽ വലിയ ദൂര വ്യത്യാസമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ
ത്രിപുര പോലെ തന്നെ ഒരു കൊച്ചു സംസ്ഥാനമായിരിക്കുന്ന കേരളത്തെ പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇനി അടുത്ത ലക്ഷ്യം കേരളത്തെ പിടിക്കുക എന്നുള്ളതാണെന്ന് അദ്ദേഹം അവിടെ പറയട്ടെ. അപ്പൊ കേരളത്തിൽ അദ്ദേഹം വരുന്നതിന്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ BJP ഫോക്കസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് അവർ ലാൻഡ് ചെയ്യുന്ന സ്ഥലം തൃശ്ശൂരാണെന്ന മട്ടിലാണ് അവർ അതിനെ മാറ്റാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിന്റെ കാരണം BJP പ്രത്യയശാസ്ത്രപരമായിട്ട് അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അപ്പോ ഇന്ത്യയിൽ ഇന്ന് അവശേഷിക്കുന്ന ഒരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കേരളമാണ്. നരേന്ദ്രമോദി വളരെ അപൂർവമായിട്ട് മാത്രമേ ഇന്റർവ്യൂ കൊടുക്കാറുള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂവില് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇടതുപക്ഷത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രസക്തമായിട്ടൊരു കാര്യം, ആ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് ഈ ഇടതുപക്ഷ പാർട്ടികൾ വളരെ ദുർബലമാണ് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ. പക്ഷെ അവര് കേരളത്തിൽ എന്നൊരു കൊച്ചു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ലെഫ്റ്റ് പ്രസ്ഥാനങ്ങൾ. എന്നിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തിന് ഒരു കോംപ്ലിമെന്റ് തന്നത് എന്താണെന്ന് വെച്ചാൽ, പക്ഷെ അവര് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അപകടകാരികളായിട്ടുള്ള ആളുകളായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചൊരു കോംപ്ലിമെന്റ് ആണ്. കാരണം BJP പോലെയുള്ള, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഫാസിസ്റ്റ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന നരേന്ദ്രമോദി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റില് അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു കോൺഗ്രസ് ആണെന്നല്ല അദ്ദേഹം പറഞ്ഞത്, അല്ലെങ്കിൽ മറ്റേ സമാജ്വാദി പാർട്ടിയാണെന്നോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അദ്ദേഹം ശക്തമായ രീതിയിൽ ഐഡിയോളജിക്കലി എതിർക്കുന്ന ഒരു രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. പക്ഷേ അതുകൊണ്ടാണ് അവര് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു, രാഷ്ട്രീയമായിട്ട് തോന്നിയിട്ടുണ്ട്. ഈ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വളരെ വലിയ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നേരത്തെ കേരളത്തെ ദരിദ്രനാരായണന്മാരുടെ സ്ഥലം അല്ലെങ്കിൽ സൊമാലിയയോടൊക്കെ ഉപമിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിക്ക് പെട്ടെന്ന് ഈ സംസ്ഥാനത്തോട് തോന്നുന്ന ഒരു സ്നേഹവും, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ ചില പ്രത്യേക മണ്ഡലങ്ങളോട് തോന്നുന്ന ചില താല്പര്യവും ഒക്കെ കൃത്യമായ രാഷ്ട്രീയ ബോധ്യത്തോടെയും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമാണ് എന്ന് തൃശ്ശൂരിലെ ജനത തിരിച്ചറിയുന്നുണ്ടോ? തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് എനിക്ക് ഒരു വിശ്വാസമുണ്ട്, കേരളത്തെ സംബന്ധിച്ച്. കാരണം എന്താ വെച്ചാല് വാസ്തവത്തിൽ മലയാളികൾ അല്ലെങ്കിൽ കേരളീയരായിട്ടുള്ള ആളുകൾ നമ്മൾ ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമാണ്. ഈ BJP പ്രതി നരേന്ദ്രമോദിയും BJP ഗവൺമെന്റും ഒരു തരത്തിലും ഒരു സ്റ്റേറ്റിനോട് ചെയ്യാൻ പാടില്ലാത്ത തരത്തില് ഇവിടെ ഇടതുപക്ഷമാണ് ഇവിടെ ജയിച്ചിരിക്കുന്നത് എന്നുള്ള ഒറ്റ കാരണത്താൽ തന്നെ അവർ ഇത്രയും ശത്രുതാപരമായിട്ട് ഒരു ജനതയെ കേരളത്തെ ജനതയെ കാണുന്നത് പോലെ മറ്റൊരു സമൂഹത്തിലെ ജനതയെ കണ്ടിട്ടില്ല. അവര് ഈ കേരളം ഭീകരവാദികളുടെ സംസ്ഥാനമാണ്. കേരളം മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു വികസനമില്ലാത്ത നാടാണ്. വളരെ പിന്നെ മറ്റെല്ലാ നിലയിലും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണെന്ന് വ്യാജമായ പ്രചരണം BJPയുടെ അറിവോട് കൂടിയിട്ടാണ് നടന്നിട്ടുള്ളത്. ചില സിനിമകൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഒരു സിനിമ തന്നെ സംഘപരിവാർ സംവിധാനം ചെയ്ത് പുറത്തിറക്കി, റിയൽ കേരള സ്റ്റോറി സിനിമ. യഥാർത്ഥത്തില് റിയൽ സ്റ്റോറി അല്ലായിരുന്നു അത് വളരെ പ്ലാൻ ചെയ്ത് കേരളത്തിനെതിരെ പ്രൊപ്പഗൻഡ മിഷനറിയുടെ ഭാഗമായിട്ടാണ് BJP. അപ്പോ യഥാർത്ഥത്തിൽ BJP RSSും അല്ലെങ്കിൽ നരേന്ദ്രമോദിയും ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കൂടുതലായി ഇവിടുത്തെ ജനതയെ ശരിക്കും പറഞ്ഞാല് വളരെ മോശമായി ഇന്ത്യൻ സമൂഹത്തിന് മുമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നവരാണ് RSSും BJP. അതങ്ങനെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം നമ്മൾ ഒരു രാജ്യത്തിന്റെ ഭാഗം എന്ന നിലയിൽ നമുക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളിൽ അവരുടെ സമീപനം. ഒരു ഉദാഹരണം പറഞ്ഞാൽ 2018 പ്രളയകാലത്ത് നമ്മുടെ നാട് നേരിട്ടിട്ടുള്ള ഏറ്റവും മഹാദുരന്തമായിരുന്നു. ആ ദുരന്ത സമയത്ത് BJP ഗവൺമെന്റ്, നരേന്ദ്രമോദി, ഇപ്പോ മലയാളികളോട് സ്നേഹം കാണിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നമുക്ക് സൗജന്യമായിട്ട് റേഷൻ അരി പോലും നൽകാൻ തയ്യാറായി. കാരണം അന്ന് നമുക്ക് തന്ന റേഷൻ അരിയുടെ പൈസ പോലും അവർ തിരിച്ചു മേടിച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടി ഇവിടെ
ദുരിതാശ്വാസ പ്രവർത്തനം നടത്തിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഹെലികോപ്റ്ററിന്റെ വാടക പോലും അവർ കണക്ക് പറഞ്ഞു മേടിച്ചു. ഇവിടെ വന്ന പട്ടാളക്കാരന്റെ ശമ്പളത്തിന്റെ അല്ലെങ്കിൽ അവന് വേണ്ട ബത്ത പോലും നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിയമപ്രകാരം സാധാരണ ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ നിയമപ്രകാരം ഏത് സ്റ്റേറ്റിനായാലും കൊടുക്കേണ്ട ആ തുകയല്ലാതെ ഒരു അസാധാരണമായിട്ടുള്ളൊരു ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ നമ്മളെ BJP ഗവൺമെന്റ് സഹായിച്ചില്ല. നമ്മുടെ ഈ ദുരന്തത്തെ ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ടു, പ്രഖ്യാപിച്ചില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ധനസഹായം തരാൻ തയ്യാറായി വന്ന വിദേശ രാജ്യങ്ങളെ പോലും അതിൽ തടസ്സപ്പെടുന്നു. ഈ UAE ഭരണാധികാരി നമുക്ക് പണം തരാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് ആ പണം വേണ്ട എന്ന് പറയുകയുണ്ടായി. വിദേശ രാജ്യങ്ങളിൽ ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായ സമയത്ത്, പ്രകൃതി ദുരന്തം ഉണ്ടായ സമയത്ത് നരേന്ദ്രമോദി തന്നെ വിദേശത്ത് പോയി ഫണ്ട് കളക്ട് ചെയ്യാൻ അന്നത്തെ ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ മന്ത്രിമാര് വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മുടെ നാടിന്റെ ദുരന്തം അവരുമായി സംസാരിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ അതിന് അനുമതി കിട്ടുന്നില്ല. അപ്പോൾ ഒരു ദുരന്ത സന്ദർഭത്തിൽ നമ്മളോട് കാണിച്ചിട്ടുള്ള ക്രൂരമായ അവഗണന മറ്റ് സാധാരണ അവഗണന പോലെയല്ല. ശത്രു പോലും ഒരു ദുരന്തത്തിൽ പെട്ടിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കുക എന്നുള്ളത് ഭാരതീയ പൈതൃകത്തിന്റെ ഒരു വലിയൊരു സ്വഭാവമാണ്. കേരളത്തെ സംബന്ധിച്ച് BJP ഗവൺമെന്റ് അത് കാണിച്ചിട്ടില്ല. പക്ഷേ ഇതേ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇതേ ഭരണാധികാരി തന്നെയാണ് ഇവിടെ വന്ന് കോവിഡ് സമയം കഴിഞ്ഞപ്പോൾ ഉണ്ടായ സ്ഥിതി എന്തായിരുന്നു? കോവിഡിനെ ഏറ്റവും നന്നായി പ്രതിരോധിച്ച സ്റ്റേറ്റ് കേരളമായിരുന്നു. പക്ഷെ നമുക്ക് കോവിഡ് സമയത്ത് നമുക്ക് ആവശ്യത്തിന് ട്രെയിൻ പോലും അനുവദിക്കാത്ത സന്ദർഭങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ മറ്റ് സ്റ്റേറ്റുകളിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. ഏറ്റവും അവരെ നന്നായി സഹായിച്ച് അവരെ ഊട്ടി വളർത്തിയത് നമ്മളാണ് വേണ്ടത്. എന്നിട്ട് പോലും നമുക്ക് മനസ്സിലാവും. അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ ഇതൊക്കെ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇപ്പോ അറ്റ് പ്രസന്റ് നടക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ശത്രു രാജ്യത്തോട് കാണിക്കുന്ന ഉപരോധം പോലെയാണ് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ഉപരോധം കാണിക്കുന്നത്. പിണറായി വിജയനോടുള്ള ഉപരോധമല്ല, സത്യത്തിൽ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന ഉപരോധമാണ്. നമുക്ക് നൽകേണ്ടത് ഒന്നും തരുന്നില്ല. നമുക്ക് നല്ല ഇപ്പൊ ഒരു ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമുക്കൊരു എന്താണ് എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ പോലും തരാൻ ഒരു മടി കാണിക്കും. നമുക്ക് വേണ്ട ഒരു സ്ഥാപനങ്ങളും അനുവദിക്കുന്നില്ല. ഇത് സാധാരണ നിലയിലുള്ള കാര്യത്തേക്കാൾ ഉപരിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കാരണവശാലും ഒരു ജനതയോട് കാണിക്കാൻ പാടില്ലാത്ത നിഷ്ഠൂരമായ അവഗണന കാണിച്ചവരാണ് BJP നരേന്ദ്രമോദി, BJP കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ ഇതേ ഭരണകൂടം, ഇതേ ഭരണാധികാരി ഇവിടെ വന്ന് തുടർച്ചയായി ക്യാമ്പയിൻ ചെയ്യുകയും തുടർച്ചയായി ഗ്യാരണ്ടി നൽകുകയും ചെയ്തു. മോദി ഗ്യാരണ്ടി ഇപ്പോൾ വലിയ ട്രെൻഡിങ് വാക്കാണ്. അപ്പോൾ ആ ഭരണാധികാരി ഇവിടെ വന്ന് ഈ പറഞ്ഞതുപോലെ ഒരു ഗ്യാരണ്ടി നൽകുമ്പോൾ അതിനെ വിശ്വസിക്കാൻ മാത്രം തൃശ്ശൂരിലെ ജനതയ്ക്ക് അത്രയ്ക്ക് പ്രശ്നമുണ്ടോ? ഈ മോഡി എന്ത് ഗ്യാരണ്ടിയാണ് തന്നിരിക്കുന്നത്? നമുക്ക് എന്ത് ഗ്യാരണ്ടിയാണ് മോഡി തന്നത്? എന്താണ് മോഡിയുടെ ഗ്യാരണ്ടി? നമുക്ക് മോഡി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഗ്യാരണ്ടി. മോഡി നൽകിയ ഗ്യാരണ്ടിയെ സംബന്ധിച്ച് ഇവിടുത്തെ മതേതര വിശ്വാസികളായിട്ടുള്ള ആൾക്കാർക്ക് വന്നിട്ട് അറിയില്ല. മണിപ്പൂരിലുണ്ടായിട്ടുള്ള കലാപം, ആ കലാപത്തിൽ എത്രയോ സ്ത്രീകൾ ബലാത്സംഗത്തിനിരയാക്കപ്പെട്ടു, എത്ര കുട്ടികൾ ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടു, വധിക്കപ്പെട്ടു, എത്ര ദേവാലയങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു, കത്തി ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട്. അവിടെയൊന്നും സന്ദർശനം നടത്താൻ ഇന്ന് ഒരു സമയം കിട്ടാത്ത നരേന്ദ്രമോദി ഒരു മാസത്തിനിടയിൽ 2 തവണ ഇവിടെ വന്ന് നമുക്ക് ഗ്യാരണ്ടി തരുമ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന ഒരു കാര്യം, ഇപ്പൊ ഇവര് കാണുന്നത് പോലെ ഇവിടെ ഒരു ജാതീയമായ വേർതിരിവ് നമുക്ക് ഇല്ലാത്ത ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അതിപ്പോ അവരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ള ജാതീയ വേർതിരിവ് നമ്മുടെ മനസ്സിലേക്ക് വരുത്താൻ അവർക്ക് പറ്റിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമുക്ക് മണിപ്പൂരിലെ ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കുമ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മാത്രമല്ല അതിൽ വിഷമിക്കുന്നത്. മനസ്സിലായില്ല? ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ ക്രിസ്ത്യാനികൾ മാത്രം വേദനിച്ചാൽ മതി, ക്രിസ്ത്യാനികൾ മാത്രം അങ്ങനെ വിചാരിക്കുന്നവരല്ല മലയാളികൾ. ഇവിടെ എല്ലാ മതസ്ഥരായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ വേദനയുണ്ട്, അതിൽ പ്രതിഷേധമുണ്ട്.
അത് ശക്തമായിട്ടുള്ള അവരുടെ വികാരം ഇവിടെ നിലനിൽക്കുന്നില്ല. അതേതെങ്കിലും ഒരു മതവിഭാഗത്തിന് വികാരമല്ല. ഇനി നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ കടന്നാക്രമണം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ ദളിത് ജനവിഭാഗങ്ങൾക്കെതിരെ വലിയ പീഡനങ്ങൾ നടക്കുമ്പോൾ, കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് ഏതെങ്കിലും ആ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗത്തിന് മാത്രം ദുഃഖിക്കുന്ന ഒരു വിഭാഗവും അവർക്ക് അങ്ങനെ കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒരു മറുവിഭാഗം ഉള്ളൊരു സ്റ്റേറ്റ് അല്ല കേരളം. നമ്മൾ ഒരുപോലെ വിഷമിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹം ഇവിടെ വന്ന് ഗ്യാരണ്ടി പറയുമ്പോൾ ആ ഗ്യാരണ്ടിയില് ഒരു സാമാന്യ നിലയിൽ മലയാളികൾ കുരുങ്ങി പോകുന്ന ആൾക്കാരല്ല നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. അവർ വളരെയധികം രാഷ്ട്രീയമായി ഉന്നതമായ നിലവാരത്തിൽ ചിന്തിക്കുന്ന ജനങ്ങളാണ് നമ്മുടെ കേരളത്തിൽ. അതുകൊണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ നാലോ അഞ്ചോ തവണ ഇവിടെ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പിന്നെ മറുകണ്ഠം ചാടുന്ന അല്ലെങ്കിൽ വേറെ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളല്ല കേരളത്തിലെ ജനങ്ങൾ എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് പോലും BJPക്ക് കേരളത്തിൽ ഒരു പാർലമെന്റ് സീറ്റും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കുറച്ചുകൂടി ഗൗരവ സ്വഭാവത്തോടു കൂടി BJPയുടെ കേന്ദ്ര നേതൃത്വം തൃശൂർ മണ്ഡലത്തെ കാണുന്നു എന്നതൊരു വസ്തുതയല്ലേ? സത്യമാണ്. അവർക്ക് ഒരു ടാർഗറ്റ് ആണ്. കാരണം 2019 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 28% വോട്ട് കിട്ടിയിട്ടുള്ള സ്റ്റേറ്റ് ഒരു മണ്ഡലമാണ്. അപ്പോ അത് സ്വയമായിട്ട് അവരെ മോഹിപ്പിക്കുന്നു. ഇപ്പൊ നമ്മളവരെ അതിന് തെറ്റു പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു മണ്ഡലത്തിൽ 28% വോട്ട് കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മോഹം അവർക്കുണ്ടാകാവുന്നതാണ്. അപ്പൊ സമ്പത്തും അധികാരവും ഒക്കെയുള്ളൊരു രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പശ്ചാത്തലത്തിൽ അവർക്ക് താല്പര്യം തൃശ്ശൂരുണ്ടാവും. അത് വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ഇവിടെ നിന്നും നാരി ശക്തി സമ്മേളനം ആരംഭിക്കുന്നതും ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നതും രാമക്ഷേത്രം സന്ദർശിക്കുകയും അല്ലെങ്കിൽ ശ്രീരാമന്റെ ക്ഷേത്രം സന്ദർശിക്കുകയും കൊച്ചിയിൽ റോഡ് ഷോ നടത്തുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു കേന്ദ്രീകരണം BJP സംബന്ധിച്ച് ഇവിടെ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അതിനനുസരിച്ച് ഒരു മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഗ്രൗണ്ട് ലെവലിൽ തന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. മറ്റു മണ്ഡലങ്ങൾ വ്യത്യസ്തമായി അവരിവിടെ ഒരു കേന്ദ്രീകരണം നടത്തുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഇവിടെ ജനങ്ങൾക്കും നന്നായിട്ട് മനസ്സിലായിരുന്നു. അപ്പൊ ഞങ്ങൾക്കതില് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആശങ്ക തോന്നിയിട്ടൊന്നുമില്ല. അതിൽ ആശങ്കപ്പെടേണ്ട കാര്യങ്ങൾ എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ തൃശ്ശൂരിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് എന്റെ ധാരണ അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. 28% വോട്ട് ഷെയർ നേടിയ ഒരു പാർട്ടിക്ക് മോഹം ഉണ്ടാവുക സ്വാഭാവികം. ആ മോഹം പൂവണിയാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഒരിക്കലും പൂവണിയില്ല. ഞാനത് പൂർണ്ണ വിശ്വാസത്തിൽ പറയുന്ന കാര്യമാണ്. ഞാൻ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നില്ല. കാരണം അത് ഒരിക്കലും തൃശ്ശൂരിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തില് ഈ കേരളത്തിൽ തന്നെ BJP ഒരു സ്ഥലത്തും അവർക്ക് ജയിക്കാൻ കഴിയില്ല. അങ്ങനെ കഴിയുന്നൊരു സാഹചര്യം കേരളത്തിൽ അവർക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. നാളെ കഴിയാനും പോകുന്നില്ല. കാരണം കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം അങ്ങനെയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ രീതി അതാണ്. കേരളത്തിന്റെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ BJP മാറ്റിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ജനങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാൻ ശ്രമമാണ്. അപ്പോ നരേന്ദ്രമോദി ഇവിടെ വന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രസംഗത്തിൽ അവരുടെ ബൂത്ത് സെക്രട്ടറിമാരുടെ പ്രസംഗം നമ്മുടെ മീഡിയകൾ കാണിച്ചൊരു വലിയൊരു കാര്യം, ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രധാനപ്പെട്ട കേഡർമാരോട് ഒരു നേതാവ് ഒന്ന് പ്രസംഗിക്കുന്നത് ലൈവ് ടെലികാസ്റ്റ് ചെയ്ത സ്ഥലമാണ് കേരളം. കാരണം അതുകൊണ്ട് നമ്മൾ കേട്ടതാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട കേഡർമാരോട് പറയുന്ന കാര്യം നമ്മൾ കേൾക്കേണ്ടി വന്നു. കേട്ടപ്പോ അതിലുണ്ടായിരുന്നൊരു കാര്യം എന്തായിരുന്നു? മതപരമായ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് നിങ്ങൾ ബൂത്തുകളിൽ പോയി അമ്പലം വൃത്തിയാക്കും എന്നാണ് പറഞ്ഞത്. ആശുപത്രി വൃത്തിയാക്കാൻ നരേന്ദ്രമോദി പറഞ്ഞില്ല. നിങ്ങൾ അവിടുത്തെ ഒരു റോഡ് നന്നാക്കാനല്ല നരേന്ദ്രമോദി സൂചിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരു അനാഥഭദ്രത്തിൽ പോയി നിങ്ങൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ കാണും എന്ന് പറഞ്ഞില്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞ എന്താണ്? അമ്പലം വൃത്തിയാക്കാനാണ് പറഞ്ഞത്. കേരളം വളർന്നത് അമ്പലം വൃത്തിയാക്കിയിട്ടല്ല. നമ്മൾ അമ്പലങ്ങളെ വൃത്തിയായി സൂക്ഷിക്കുന്നവരാണ്. നമ്മൾ ജനങ്ങളെ കൈപിടിച്ച് മുന്നോട്ട് നയിച്ചിട്ടാണ് ഇവിടുത്തെ എല്ലാ ജാതീയമായിട്ടുള്ള സംഘടനകളുണ്ട്. SNDP, NSS പോലുള്ള സംഘടനകൾ അടക്കമുള്ള സംഘടനകൾ അവര് താഴെത്തട്ടിലുള്ള മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ് ഇവിടെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ളത്.
അപ്പൊ ജാതീയമായി സംഘടിപ്പിക്കപ്പെട്ട സംഘടനകൾ പോലും അങ്ങനെയാണ് ചെയ്തത്. ഇവിടുത്തെ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഇവിടെ വളർന്നു വന്നിട്ട് എല്ലാ സംഘടനകളും ഏതെങ്കിലും മതത്തിന്റെ പിന്നെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലൂടെ എല്ലാവരും വളർന്നിട്ടുണ്ട്. നമുക്ക് ആരാധനാലയങ്ങൾ ഒക്കെ നമ്മുടെ ഭാഗമായി തന്നെ കാണുമ്പോൾ തന്നെ അതിന്റെ എല്ലാ വിശ്വാസങ്ങളെയും സംരക്ഷിക്കുന്ന സ്ഥലമായി നിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ എല്ലാ പ്രസ്ഥാനങ്ങളും വളർന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും ആ രീതി. അപ്പം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കേഡർമാരോട് പോലും പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാനാണ്. അപ്പൊ അതിന്റെ പിന്നിൽ ഒരു മതവും രാഷ്ട്രീയവും തമ്മിൽ അപകടകരമായ വിധം കൂട്ടിക്കലർത്തുക എന്നുള്ള പ്രക്രിയ ഇന്ത്യയിൽ മുഴുവൻ നടത്തുക. അത് നിങ്ങൾ ഇവിടെയും ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അത് ചെയ്യാൻ നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യുന്നത് തന്നെ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് ആ മൈൻഡ് സെറ്റിലേക്ക് കേരളത്തിലെ ജനങ്ങളെ കൊണ്ടുവരാൻ BJP എളുപ്പത്തിൽ കഴിയുന്ന കാര്യം. കാരണം ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത് ഇടത് അനുഭാവികൾ അല്ലെങ്കിൽ ഇടത് നേതൃത്വം വിശ്വാസികൾക്കെതിരാണ് അല്ലെങ്കിൽ മതത്തിനെതിരാണ് എന്ന തരത്തിലുള്ള നരേഷൻ. അതായത് നമ്മളൊക്കെ തന്നെ ഈ നേരത്തെ ഈ ചാനൽ വിഷ്വൽ മീഡിയയും ദൃശ്യമാധ്യമത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ചാനൽ ചർച്ചകളിൽ തുടർച്ചയായി വന്ന് BJP നേതാക്കൾ പറയുന്ന ഒരു വാചകം, ഒരമ്പലം കത്തി നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം കുറയും എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞത് C കേശവനാണെന്നുള്ളത് 10ാം ക്ലാസ്സിന്റെ വിദ്യാഭ്യാസമുള്ള മനുഷ്യർക്കറിയാം. പക്ഷേ BJP തുടർച്ചയായി ഈ ഒരു ക്യാമ്പയിൻ, അതായത് ഇടതു മുന്നണി എപ്പോഴും വിശ്വാസികൾക്കെതിരാണ്, വിശ്വാസത്തിനെതിരാണ്, അമ്പലങ്ങൾക്കും പള്ളികൾക്കും എതിരാണ് എന്ന തരത്തിലാണ്. ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലം പ്രത്യേകമായി എടുത്താൽ തൃശ്ശൂർ മണ്ഡലത്തിൽ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, പൂരങ്ങളുടെ നാടാണ്, തൃപ്രയാർ ക്ഷേത്രമുണ്ട്. അപ്പോൾ ഈ പറയുന്ന അല്ലെങ്കിൽ ക്ഷേത്രവുമായും വിശ്വാസവുമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ മനസ്സിനെ ഒന്ന് പോളറൈസ് ചെയ്യുക എന്നൊരു ലക്ഷ്യമല്ലേ BJPയുടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നീക്കമല്ലേ നടക്കുന്നത്? വ്യാജ പ്രചരണം ഇവിടുത്തെ ആൾക്കാരെ ഏറ്റവും കാരണം ഇവിടെ നടക്കുന്ന ഓരോ പൂരങ്ങളിൽ, ഉത്സവങ്ങളിൽ, അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള വിശ്വാസികളും കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള പ്രവർത്തകരും ഇവിടുത്തെ വിശ്വാസികളായിട്ടുള്ള അതിന്റെ സംഘാടകരുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ആൾക്കാർ ഇവിടുത്തെ ഇടതുപക്ഷക്കാരായിട്ടുള്ള ആൾക്കാരാണ്. അത് കൃത്രിമമായിട്ടുണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളല്ല, അത് സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങളാണ്. ഇപ്പോ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി BJPയേക്കാൾ കൂടുതൽ ജനങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് അറിയുന്നത്? കാരണം എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എൻ്റെ ഒരു 2 തലമുറയ്ക്ക് മുമ്പുള്ള ആളുകൾക്ക് അമ്പലത്തിൽ പോകാനുള്ള അവകാശം ഉണ്ടായിരുന്നു. ആ അവകാശം നേടിക്കൊടുത്തത് RSS ആണ്, അല്ലല്ലോ. ഞാൻ വേറെ അതിലേക്ക് പോകുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പോകാൻ എൻ്റെ മുൻപത്തെ 2 തലമുറയ്ക്ക് അവകാശം തരുന്നു. ഇപ്പൊ എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഒക്കെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്, അവിടെ പോയി തൊഴുന്ന ആൾക്കാരാണ്. എൻ്റെ കുടുംബക്കാരൊക്കെ പോകുന്നു, എല്ലാ അമ്പലങ്ങളിൽ പോകുന്നു. ഞങ്ങൾക്ക് കുടുംബക്ഷേത്രങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതൊന്നും ഞങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തിന് തടസ്സമാകുന്ന കാര്യങ്ങളല്ല. ഇതൊക്കെ വസ്തുതകളാണ്. അപ്പോ ഞങ്ങളുടെ മുൻ തലമുറയ്ക്ക് അമ്പലത്തിൽ പോകാനുള്ള വിശ്വാസപരമായിട്ടുള്ള അവകാശം ഇവിടുത്തെ ഏതെങ്കിലും RSSോ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളോ നേടി തന്നിട്ടുള്ളതല്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അവകാശപ്പെടാൻ കഴിയും, കോൺഗ്രസുകാർക്ക് അവകാശപ്പെടാൻ കഴിയും. പിന്നെ P. കൃഷ്ണപിള്ളയും അതുപോലെ AK ഗോപാലൻ അടക്കമുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. P. കൃഷ്ണപിള്ള ഗുരുവായൂർ അമ്പലത്തിനകത്ത് കയറി മണിയടിച്ച് തൊഴുതിട്ടുണ്ട്. അന്ന് അദ്ദേഹം മണിയടിച്ച് തൊഴുതപ്പോൾ അദ്ദേഹത്തിന്റെ പുറത്തടിച്ച ആളുകളോടൊക്കെ പറഞ്ഞ വാചകം ഞാൻ ഇവിടെ ആവർത്തിക്കുന്നു. അപ്പൊ അന്ന് മണിയടിച്ച് തൊഴാൻ അകത്ത് കയറിയത് RSSന്റെ ആൾക്കാരല്ല, കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള കൃഷ്ണപിള്ളിയായിരുന്നു. AK ഗോപാലനായിരുന്നു സത്യഗ്രഹം നടത്തുന്നത്. C. ഉണ്ണിരാജയെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ അവിടെ ഉണ്ടായിരുന്നു. അതേ സമയത്ത് കോൺഗ്രസ്സുകാരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഇതൊക്കെ നമ്മുടെ നാടിന്റെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോ വൈക്കം സത്യാഗ്രഹ സമരത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇവിടുത്തെ RSSന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടുത്തെ ഇടതുപക്ഷ മൂവ്മെന്റിനും അല്ലെങ്കിൽ ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മൂവ്മെന്റിനാണ് ഇവിടുത്തെ വിശ്വാസപരമായ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, അവകാശങ്ങളും പാരമ്പര്യമുള്ള അവകാശപ്പെടാൻ കഴിയുന്നവർക്ക്.
അപ്പൊ അങ്ങനെ ഈ ജനങ്ങൾക്ക് അറിയാലോ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമല്ല. അപ്പോ ഈ ഇവിടെ അവിടെ ഈ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ചാവക്കാടങ്ങാടിയിലെ മുസ്ലിംസ് ആയിരുന്നില്ല നമുക്കറിയാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതങ്ങളുമായിട്ടുള്ള സംഘർഷമല്ലായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നിട്ടുള്ളത്. അന്നൊന്നും കാണാത്തൊരു പാർട്ടിയാണ് BJP RSS. അവരിപ്പോ വന്നിട്ട് 3 വെള്ളിയാഴ്ച മുമ്പ് വന്നിട്ട് നമ്മളോട് പറയാണ് ഞങ്ങളിവിടെ വിശ്വാസം സംരക്ഷിക്കാൻ വരുന്നവരാണെന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഇവിടെ ആളുകൾക്കിടയിൽ ഡൈജസ്റ്റ് ചെയ്യപ്പെടുന്നു ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഭയപ്പാടില്ല. കാരണം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ പറ്റി ഞങ്ങൾ വിശ്വാസത്തിനെതിരായിട്ടുള്ളവരാണ്, ഞങ്ങൾ അമ്പലങ്ങൾ തകർക്കുന്നവരാണ്, ഞങ്ങൾ പള്ളികൾ പൊളിക്കുന്നവരാണ്. അത് വിമോചന സമരകാലത്ത് ഞങ്ങൾക്കെതിരായി പ്രചരിപ്പിച്ച ഒരു കാര്യമാണ്. കമ്മ്യൂണിസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ പള്ളികൾ ഉണ്ടാവില്ല, അമ്പലങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് പ്രചരിപ്പിച്ച ഒരു രാജ്യം. പക്ഷേ പള്ളികൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടകയിൽ ഉൾപ്പെടെ പള്ളികൾ പൊളിച്ചത് BJP ആണ്. അതെ, അതേ ഞാൻ പറഞ്ഞു. ഇപ്പൊ പള്ളികൾ പൊളിക്കുന്നത് ആരാണ്? ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിശ്വാസത്തിന്റെ മാത്രമല്ല കാര്യം. നമ്മൾ ഏത് വിശ്വാസമാണെങ്കിലും ഭാരതീയമായ ഒരു പൈതൃകമാണ് BJPക്ക് ഉള്ളതെങ്കിൽ, ഭാരതീയ പൈതൃകം എന്തിനെ പറ്റിയാണ് പറയുന്നത്? ലോകോ സമസ്ത സുഖിനോ ഭവന്തു, നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ലോകത്തെല്ലാവരും സുഖമായിരിക്കണമെങ്കിൽ എല്ലാ വിശ്വാസികളെയും സുഖമായിരിക്കും നമുക്ക് കഴിയും. അപ്പോ മറ്റു വിശ്വാസികളുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടുമ്പോൾ അവർക്ക് എങ്ങനെയാണ് സുഖമായിട്ടിരിക്കാൻ കഴിയുക? അപ്പൊ അതൊരു കാപട്യമാണ്. അപ്പോൾ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്നത് അവരുടെ അധികാരത്തിന് വേണ്ടി അവർ കാണിക്കുന്ന ഒരു പ്രഹസനം മാത്രമായിട്ടാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം വീക്ഷിക്കുന്നവർക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നു ശരിക്കും വിശ്വാസത്തിന് ഉള്ളിന്റെ ഉള്ളിൽ അതിനെ ദുരുപയോഗം ചെയ്യുന്നവരാണ് അതിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്, ഉള്ളിൽ അതിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ. കാരണം അവർക്ക് അറിയാം ഇത് വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് അധികാരം കിട്ടാൻ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുന്നൊരു ഒരു മേഖല വിശ്വാസ മേഖലയാണ്. അപ്പൊ അവിടെ പിടിച്ചാൽ ആര് വേണമെങ്കിലും അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. അത് എല്ലാ കാലത്തും വിജയിച്ചുകൊള്ളുന്നു, എല്ലാ സ്ഥലത്തും വിജയിച്ചുകൊള്ളുന്നില്ല. അത് എല്ലായിടത്തും വിജയിക്കണം എന്ന് നിർബന്ധമില്ല. വടക്കേ ഇന്ത്യയിൽ പറയുന്ന പോലെയുള്ള രാഷ്ട്രീയം ഇവിടെ വന്ന് പറയുന്നു. നരേന്ദ്രമോദി ഇവിടെ വന്ന് എല്ലാവർക്കും കക്കൂസ് കൊടുത്തതിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ആളുകൾക്ക് ചിരി വരും. കാരണം ഇവിടെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് അതൊക്കെ സാധിച്ചു. BJPക്കൊന്നും കേരളത്തിൽ അധികാരം കിട്ടിയിട്ടില്ല. ഇപ്പൊ BJP ആണ് കൊടുത്തതെന്ന് പറയാൻ BJPക്ക് അധികാരം കിട്ടിയിട്ടില്ല. ഇപ്പൊ 2014 മുമ്പ് വരെ ഇവിടെ ഇപ്പൊ BJPയുടെ ചില നേതാക്കന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ രാജാക്കന്മാരുടെ കാലം തൊട്ടേ ഇവിടെ വലിയ കാര്യം ഉണ്ടാക്കിയെന്ന് പറയുന്ന ആൾക്കാർ. എന്തുകൊണ്ടാ വെച്ചാൽ ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള നേട്ടങ്ങളെ നെഗറ്റീവ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. ഇതൊന്നും വസ്തുതാപരമല്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാരാണ് കേരളത്തിലെയും പ്രത്യേകിച്ച് തൃശ്ശൂരിലെയും ജനങ്ങൾക്ക് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. VS സുനിൽകുമാർ തൃശ്ശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? അത് VS സുനിൽകുമാറാണോ അല്ലെങ്കിൽ വേറെ ഏത് വ്യക്തിയാണോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അത് വ്യക്തി ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി മത്സരിക്കുന്നു തീരുമാനിക്കാൻ ഒരു വ്യക്തിക്ക് കഴിയുന്നതാണ്. നമ്മൾ കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതും ഒരു രാഷ്ട്രീയ പോരാട്ടമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അത് ആരാണ് മത്സരിക്കുന്നതിൽ പ്രസക്തി നമ്മളെ സംബന്ധിച്ചില്ല. ആര് മത്സരിച്ചാലും ഈ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാഷ്ട്രീയമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പ്രസക്തി ഇല്ലാത്ത ചോദ്യമാണ് ആര് മത്സരിക്കുന്നു എന്നുള്ളത്. അത് സമയം വരുമ്പോൾ പാർട്ടി തീരുമാനിക്കുന്ന ആരാണ് തീരുമാനിക്കുന്നു അവർ മത്സരിക്കും. കാനം രാജേന്ദ്രൻ ഇപ്പോൾ CPIയിൽ വളരെ കരുത്തനായ ഒരു നേതാവായിരുന്നു. കാനം രാജേന്ദ്രന്റെ മരണത്തിന് ശേഷമുള്ള CPI എങ്ങനെയാണ്? ഒരു നേതാവിന്റെ മരണത്തിന് ശേഷം മറ്റൊരു നേതാവ് അല്ലെങ്കിൽ അയാൾക്ക് ശേഷം മരണമാണോ അല്ലെങ്കിൽ മാറ്റത്തിന് ശേഷം മറ്റു നേതാക്കന്മാർ വരിക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പാർട്ടി മുന്നോട്ട് പോകുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിന്റെ മാത്രം അടിസ്ഥാനത്തിലല്ല. പാർട്ടിക്ക് പാർട്ടിയുടെ സംഘടന ഒരു അടിത്തറയും അതിന്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറകളും സംഘടനാപരമായ രീതികളൊക്കെ അനുസരിച്ചാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാലം മാറി. ബിനോയ് വിശ്വം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാലം എങ്ങനെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിച്ചു. അതിന് മുമ്പ് ഇപ്പോൾ വെളിയം പാർട്ടിയിലുള്ളപ്പോൾ CK കേന്ദ്രത്തിലുള്ളപ്പോൾ ഇങ്ങനെ പല ചോദ്യങ്ങളും CK കേന്ദ്രത്തിൽ പോയി ഇനി എന്താണ് ചെയ്യുക. കാനം രാജേന്ദ്രൻ വന്നപ്പോൾ കാനം രാജേന്ദ്രൻ നമ്മൾ ചോദിക്കുന്നത് അല്ലെങ്കിൽ മീഡിയസ് ചോദിക്കുന്നത് കാലം പോയപ്പോൾ ഇനി എന്താണ് ചെയ്യുക. മുമ്പ് CK കേന്ദ്രത്തിൽ പോയപ്പോഴും ആളുകൾക്ക് ചോദ്യങ്ങളുണ്ടായിരുന്നു. വല്ല പ്രശ്നം ഉണ്ടായോ? കാലമായ ഗംഭീരമായ രീതിയിൽ പാർട്ടി നയിച്ചു. ഇപ്പോൾ കാലത്തിന് ശേഷം ബിനോയ് വരുമ്പോഴും പാർട്ടി കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട്. കാരണം ഒരു കൂട്ടായ പ്രവർത്തനമാണ് പാർട്ടി എന്ന് പറയുന്നത്. മറ്റേ പാർട്ടിയുടെ ഘടകങ്ങളാണ് പാർട്ടി നയിക്കുന്നത്. അതുകൊണ്ട് ഒരു ആശങ്ക അതിനകത്ത് വേണ്ട.
സഖാവ് കാലത്തെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ച രീതിയിലും കാലഘട്ടത്തിനനുസൃതമായി പാർട്ടി അതിൻ്റെതായ രീതിയിൽ ഇതിനാവശ്യത്തിന് ഈ തലമുറ മാറ്റം എന്നുള്ളത്, കാരണം ഈ തലമുറ മാറ്റം നമ്മളിപ്പോൾ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഈ പുതിയ രണ്ടാം പിണറായി സർക്കാരിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അത് CPI-യിലേക്കും അത് മാറി വരുന്നു എന്നുള്ളതാണ്. ഈ തലമുറ മാറ്റം എങ്ങനെയാണ് CPI നോക്കിക്കാണുന്നത്? അല്ല, മരുമോള് പൂത്തിട്ടാണ് അമ്മായിമ്മയാവെന്ന് പറയുന്ന പോലെ ഈ നമ്മൾ, ഞാൻ തമാശ പറഞ്ഞാണ്, ഈ തലമുറ എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരാള് ഈ ഒരു പിരിക്കുന്ന സ്ഥാനത്ത് നിന്നും വേറെ സ്ഥാനത്തേക്ക് വരുന്നതെന്ന് പറയുന്നതാണല്ലോ മാറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ പുതിയ ആൾക്കാർ, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ തലമുറ പോയിട്ട് മുമ്പത്തേക്കാൾ ആളുകൾ വളരെ നല്ലവരായിരുന്നു, ഇതിനേക്കാൾ മികച്ചവരായിരുന്നു. അത് ഏത് കാലത്തും നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശീലം നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ മന്ത്രിസഭയിലെല്ലാം വളരെ ജൂനിയേഴ്സ് ആണെന്നുള്ളത് ഒരു പ്രശ്നമില്ല. കാരണം ഏത് ഗവൺമെന്റ് ആണെങ്കിലും മന്ത്രിമാരാണെങ്കിലും LDFന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഭരണം അല്ലെങ്കിൽ ഭരണാധികാരി ആയിരിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തമാണ്. അല്ലാതെ അതൊരു നമുക്കൊരു അധികാര സ്ഥാനം എന്ന് പറയുന്ന ഒരു സ്ഥാനലബ്ധിയായിട്ട് കാണുമ്പോഴാണ് അതിന്റെ പ്രശ്നം. അപ്പൊ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഉത്തരവാദിത്തം കൊടുക്കുന്നത് കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ടാണ്. കാരണം അവർക്ക് കൂടുതൽ കരുത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് തെറ്റായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കാരണം അവര് വളരെ ആത്മാർത്ഥമായി, കാരണം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അവർ ഭംഗിയെ നിർവഹിച്ചിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും. അപ്പൊ അതുകൊണ്ട് അവർ ഇപ്പോ ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് മന്ത്രിമാരാണ്. മന്ത്രിസ്ഥാനത്തേക്ക് മന്ത്രിമാരായി പ്രവർത്തിക്കുന്നത് അത് അവർ വളരെ ഭംഗിയായിട്ട് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു ആശങ്കയും ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കിടവരാത്ത വിധത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യുന്നുവെന്നാണ് ഉള്ളിൽ നിൽക്കുന്ന ഒരാളെന്നല്ല എനിക്ക് തോന്നിക്കുന്നത്. അവസാനമായി നിലവിലെ കാലത്ത് മാധ്യമങ്ങളെ എങ്ങനെ നിർവചിക്കും? മാധ്യമങ്ങൾ അവരുടെ ധർമ്മം മറന്നുപോയിട്ടുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത്. കാരണം എനിക്ക് വളരെ സങ്കടകരമായ രീതിയിലാണ് മാധ്യമങ്ങളുടെ ഒരു നിൽപ്പ്. അതിപ്പോ മാധ്യമ പ്രവർത്തകരുടെ കുഴപ്പമില്ല. മാധ്യമ പ്രവർത്തകർ വളരെ എന്താ പറയാ, വളരെ ഡൈനാമിക് ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിലയിൽ ഇന്ന് മാധ്യമ ലോകം ഒരു തരത്തിൽ ഏകപക്ഷീയമായി പോയിട്ടുണ്ടാണ്. ഞാൻ അനിത പ്രതാപിന്റെ ഒരു ഇന്റർവ്യൂ ഒരു ദിവസം ഞാൻ കേട്ടപ്പോൾ എനിക്കത് കുറച്ചുകൂടി ഫീൽ ചെയ്തു. കാരണം അവർ പറയുന്നൊരു കാര്യം, മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മൾ സത്യം പറയുന്നവരാണ്. അതായത് ഇപ്പോ പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിപക്ഷം ഭരണകക്ഷിയൊക്കെ പ്രവർത്തിക്കുന്നു, ആരുടെ പ്രവർത്തനങ്ങളാണെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം എന്ന് ജനങ്ങളോട് പറയുകയും ജനങ്ങൾക്ക് അതിൽ നിന്നും സത്യം ഉരുത്തിരിഞ്ഞെടുക്കാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു വെളിച്ചം കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ജനാധിപത്യത്തിൽ മാധ്യമങ്ങൾ നിർവഹിക്കാറുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ ഇപ്പോ സത്യം ജനങ്ങളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനല്ല പരിശ്രമിക്കുന്നത്. മാധ്യമങ്ങൾ ഇപ്പോ അങ്ങനെ തന്നെ അതാണ് ശരി എന്ന് പറഞ്ഞ് ഭരണ സംവിധാനത്തിൽ ഇരിക്കുന്നവരുടെ പവർ പൊളിറ്റിക്സിന്, പവർ അല്ലെങ്കിൽ പിന്നെ അധികാര രാഷ്ട്രീയത്തെ പ്രചോദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവരായിട്ട് മാറുന്നില്ലേ എന്നുള്ളത് മാധ്യമ ലോകം വളരെ ഗൗരവമായിട്ട് കാണുന്നത്. ജനാധിപത്യത്തില് നമ്മൾ ഫോർത്ത് സ്റ്റേറ്റ് എന്നൊക്കെ പറയുന്ന, എന്തുകൊണ്ടാണ് പറയുന്നത് നാലാം തൂണെന്ന് നമ്മൾ പറയുന്നതിന് കാരണം എന്താണ്? ഇപ്പൊ നാലാമത്തെ തൂണുണ്ടോ? നമുക്കങ്ങനെ തൂണിനെ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ അതില് ഒരുപാട് കാര്യങ്ങൾ, മീഡിയകളെ നമ്മൾ ഒരുപാട് വിമർശിക്കുമ്പോൾ തന്നെ മീഡിയകളിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇതിനിടയിലും കാര്യങ്ങൾ പറയാൻ തെങ്കുറ്റം കാണിക്കുന്ന ഒരുപാട് മീഡിയകൾ നമ്മുടെ നാട്ടിൽ. കാരണം അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ മീഡിയകൾ ഇപ്പോഴും മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ആശങ്കയൊന്നും വേണ്ട, ഒരു കാലഘട്ടത്തിലും മീഡിയകൾക്ക് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അതിനെ അതിജീവിച്ച് മീഡിയക്ക് വരേണ്ടി വരും. മീഡിയക്ക് വന്നേ മതിയാവും, കാരണം ജനങ്ങൾ അത് ആവശ്യപ്പെടുന്നു. എന്തായാലും വളരെ നന്ദി ശ്രീ വി എസ് സുനിൽകുമാർ, ഇത്രയധികം സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന് എല്ലാവിധ ആശംസകളും.